യൂറോ കപ്പ് സെമി ഫൈനൽ ഫ്രാൻസിനെതിരെ തകർപ്പൻ ജയം സ്വന്തമാക്കി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കായിരുന്നു സ്പെയിന്റെ ജയം. യൂറോയിൽ സ്പാനിഷ് സംഘത്തിന്റെ 5ാം ഫൈനലാണിത്. ഫ്രാൻസിനെതിരെ തകർപ്പൻ ജയം സ്വന്തമാക്കി സ്പാനിഷ് സംഘം ഫൈനലിൽ പ്രവേശിച്ചു. യൂറോയിൽ സ്പാനിഷ് സംഘത്തിന്റെ 5ാം ഫൈനലാണിത്. ഇത്തവണത്തെ യൂറോയിൽ സ്പെയിനിന്റെ തുടർച്ചയായ 6ാം ജയവും. യൂറോ കപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 6 കളികൾ ജയിക്കുന്ന ആദ്യ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് സ്പെയിനിന്റെ ഫൈനൽ പ്രവേശനം. കളിയുടെ തുടക്കം മുതൽ പതിവ് പോലെ സ്പെയിൻ മികച്ച മുന്നേറ്റങ്ങളുമായി കളം നിറഞ്ഞു കളിച്ചു. കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടായിരുന്നു മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നത്. 9ാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതുഭാഗത്തു നിന്ന് എംബാപ്പെ ഉയർത്തി നൽകിയ പന്ത് ഹെഡറിലൂടെ കോലോ മുവാനി വലയിലാക്കി. ഇത്തവണത്തെ യൂറോയിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഫ്രാൻസ് നേടുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. എന്നാൽ ഗോൾ വീണതോടെ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് മൂർച്ചയേറി. 21ാം മിനിറ്റിൽ കിടിലൻ ഷോട്ടിലൂടെ ലെമീൻ യമാൽ സ്പെയിനെ ഒപ്പമെത്തിച്ചു. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് ഫ്രഞ്ച് ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്ത് യമാൽ തൊടുത്ത ഇടങ്കാലൻ ഷോട്ട് ഫ്രഞ്ച് പോസ്റ്റിലിടിച്ച് കൃത്യമായി വലയിലെത്തി. ഇതോടെ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന നേട്ടവും സ്പെയിനിന്റെ യുവതാരം സ്വന്തമാക്കി. ഗോളടിച്ചിട്ടും തുടർന്ന സ്പാനിഷ് ആക്രമണങ്ങൾ 25ാം മിനിറ്റിൽ വീണ്ടും ലക്ഷ്യം കണ്ടു. ഒരു മുന്നേറ്റത്തിനൊടുവിൽ ഓൽമോ അടിച്ച പന്ത് ഫ്രാൻസ് പ്രതിരോധ താരത്തിന്റെ കാലിൽ തട്ടി വലയിലെത്തി. 2ാം പകുതിയുടെ തുടക്കത്തിൽ ഗോൾ തിരിച്ചടിച്ച് ഒപ്പമെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഫ്രാൻസ്. വിങ്ങുകളിലൂടെ ഫ്രഞ്ച് നിര തുടർച്ചയായി സ്പാനിഷ് ഗോൾ മുഖം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പലതവണ കുതിച്ചെത്തിയ ഫ്രാൻസ് ക്യാപ്റ്റൻ എംബാപ്പയെ പ്രതിരോധ കോട്ട കെട്ടിയാണ് സ്പെയിൻ തടഞ്ഞത്. മികച്ച പ്രതിരോധമുയർത്തിയ സ്പെയിൻ ഫ്രഞ്ച് പടയെ പിടിച്ചുകെട്ടി ഫൈനലിലേക്ക് മുന്നേറി. യൂറോയിൽ 5ാം ഫൈനൽ കളിക്കാനാണ് സ്പെയിൻ ഒരുങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.